PR ശ്രീജേഷിനും സംഘത്തിനും വലിയ സ്വീകരണമാണ് നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സജീഷ കൂടി ചേരുകയാണ്. സജീഷ, ഈ വെങ്കല മെഡൽ ഒളിമ്പിക്സിൽ സാധ്യമാക്കിയതിന് ശേഷം തിരിച്ചെത്തുകയാണ്. അത് മലയാളി കൂടിയായ ശ്രീജേഷ് എന്ന അർത്ഥത്തിൽ കേരളത്തിനും മലയാളികൾക്കും കൂടുതൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ നാട് നൽകുന്ന സ്വീകരണം, ഇവർ അടയാളപ്പെടുത്തിയ കായിക പ്രസക്തി, അതൊക്കെ ഈ ഘട്ടത്തിൽ സജീഷ. അജിംഷാദ്, ശ്രീജേഷിന്റെ വരവാണ് ഇന്നത്തെ വലിയൊരു പ്രത്യേകത. കാരണം ഇന്ത്യയുടെ കാവൽഭടനും മലയാളികൾക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന, കേരളത്തിൽ നിന്ന് ഒരു രാജ്യാന്തര താരം, കേരളത്തിന് എടുത്തു പറയാനുള്ള ഒരു രാജ്യാന്തര താരം, നമ്മുടെ ലോകത്തിന് തന്നെ കാഴ്ചവെച്ചിട്ടുള്ള രാജ്യാന്തര താരമാണ് PR ശ്രീജേഷിന്റെ വരവാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. കാരണം ഹോക്കി ടീം നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 9 പേര് ആദ്യം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഗോൾവേട്ടക്കാരനായ ഹർമൻപ്രീത് സിംഗ്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഹർമൻപ്രീത് ഉൾപ്പെടെയുള്ള 9 പേര് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പതാകവാഹകനായിരുന്നു ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ പതാക വഹിച്ചിരുന്നത് കൂടി ശ്രീജേഷാണ്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ശ്രീജേഷിൻ്റെയും മറ്റ് സംഘങ്ങളുടെയും വരവ് ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒളിമ്പിക്സിൽ നമുക്കറിയാം, പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡലാണ് ഇന്ത്യ നേടിയത്. അതിലൊന്ന് ഹോക്കി ആയിരുന്നു. കഴിഞ്ഞ ഒളിമ്പിക്സിലാണെങ്കിലും ടോക്കിയോ ഒളിമ്പിക്സിലാണെങ്കിലും വെങ്കല മെഡൽ നേടി. ഈ 2 ഒളിമ്പിക്സിലാണെങ്കിലും നമ്മുടെ ശ്രീജേഷിൻ്റെ പ്രകടനമാണ് അജിംഷാദ് ഏറ്റവും മികച്ചതായിട്ട് എടുത്തു പറയാനുള്ളത്. ശ്രീജേഷിൻ്റെ പ്രകടനം തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രത്യേകതയും. ശ്രീജേഷിൻ്റെ വരവിനെ നമ്മൾ ഇത്രയും ഊഷ്മളതയോടെ ഒരു രാജ്യം തന്നെ ഇത്രയും സ്വീകരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മലയാളിക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ട് 2 തവണ തുടർച്ചയായി 2 ഒളിമ്പിക്സിലും മെഡൽ നേടിത്തന്ന ഒരു താരം കൂടിയാണ് ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത്. അത് കേരളത്തിന് പറയുകയാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതയുണ്ട്. കാരണം ഹോക്കിയിൽ ഒരു വേരോട്ടം പോലും ഇല്ലാത്ത ഒരു കേരളം പോലുള്ള ഇടത്ത് നിന്ന് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ഹോക്കിയിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യക്ക് എല്ലാ കാലത്തും അഭിമാനം ഹോക്കിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ധ്യാൻചന്ദ് മുതലുള്ള ധ്രുവ് സിംഗ് ഒക്കെ ഉള്ള ഒട്ടേറെ സ്വർണ്ണങ്ങൾ, 8 സ്വർണം ഒളിമ്പിക്സിൽ നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ. പക്ഷേ ഒരു കാലത്ത് ഒരു കുറേ 41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ തവണയാണ് ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഹോക്കിയിൽ മെഡൽ നേടിയിരുന്നത് ഇന്ത്യ വെങ്കലം നേടിയത്. 41 വർഷത്തിന് ശേഷം, 1980 ശേഷം അത്രയും വർഷം കാത്തിരുന്നു. അതിൽ മികച്ചു നിൽക്കുന്നത് പ്രകടനം ശരിക്കും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് PR ശ്രീജേഷ് ആയിരുന്നു. കഴിഞ്ഞ തവണയാണെങ്കിലും ഇത്തവണയാണെങ്കിലും ശ്രീജേഷിൻ്റെ മികവുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് നന്നായി കളിച്ചു. 10 ഗോളുകൾ നേടി. ലൂസേഴ്സ് ഫൈനലിലാണെങ്കിലും വെങ്കല മെഡൽ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആ ഫൈനലിലാണെങ്കിലും ഹർമൻപ്രീത് 2 ഗോൾ അടിച്ചു. അപ്പോൾ ആദ്യ തവണ അവർക്ക് സ്വീകരണം നൽകി. പക്ഷേ ആ ക്വാർട്ടർ ഫൈനലിൽ പോലും ശ്രീജേഷ് കടന്നു വരികയാണ്. ശ്രീജേഷിന് ക്വാർട്ടർ ഫൈനലിലാണെങ്കിലും ശ്രീജേഷിൻ്റെ പ്രകടനമാണ് ശരിക്കും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 2 സേവുകൾ. പിന്നെ അത് മാത്രമല്ല, ശ്രീജേഷ് ഇനി ഹോക്കിയിൽ ഇന്ത്യയുടെ കാവൽഭടനായിട്ട് ശ്രീജേഷ് ഇല്ല. അതും കൂടി ഒരു വൈകാരിക നിമിഷം കൂടിയാണ് യഥാർത്ഥത്തിൽ. കാരണം ശ്രീജേഷിന് ഇനി നമ്മൾ കാണില്ല ഹോക്കിയിൽ, ഇന്ത്യയുടെ കുപ്പായത്തിൽ ഇനി ഒരിക്കലും കാണില്ല. അതേ ശ്രീജേഷ് അവസാന മത്സരത്തിൽ പോലും, അവസാന മിനിറ്റുകളിൽ പോലും ശ്രീജേഷിൻ്റെ മികച്ച 2 സേവുകളാണ് അവസാന നിമിഷത്തിലും, ക്വാർട്ടറിൽ മാത്രമല്ല ലാസ്റ്റ് മത്സരത്തിലും, ലൂസേഴ്സ് ഫൈനലിൽ പോലും ആ പ്രകടനത്തിലാണ് ശരിക്കും ഇന്ത്യ യഥാർത്ഥത്തിൽ വിജയം കൊയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും സജിഷയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ കൂടി നമുക്ക് മുമ്പിൽ വിവരിച്ചത്. കാരണം ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഗെയിം, അത് ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്ന അർത്ഥത്തിൽ ഒളിമ്പിക്സ്, പ്രത്യേകിച്ച് ശ്രീജേഷ് എന്ന മലയാളി കൂടിയായ ഇന്ത്യൻ താരത്തിൻ്റെ വിടവാങ്ങൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു അവസാന കളി. അതുമാത്രമല്ല, വളരെ ഉയർന്ന പെർഫോമൻസിൽ ആ കളി പൂർത്തിയാക്കിയ ശ്രീജേഷിൻ്റെ വടക്കം ഇന്ത്യക്ക് അഭിമാനമായ വെങ്കല മെഡൽ നേട്ടത്തോടു കൂടിയുള്ള തിരിച്ചുവരവ്, ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യമായി കാണേണ്ടത്. അത് തന്നെയാണ് സജിഷ നൽകിയത്.